Hi traders, welcome back to Market Viewers. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ നിഫ്റ്റിയിൽ എന്താണ് ഇന്ന് സംഭവിച്ചത് എന്ന് പരിശോധിക്കാം. ഇന്നലെ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി 24,701 ലെവലിലായിരുന്നു ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് ഓപ്പൺ ആയത് 729 എന്ന ലെവലിലാണ്. 30ഓളം പോയിന്റിന് അടുക്കെ അല്ലേ ഗ്യാപ്പ് അപ്പ്. പക്ഷെ എന്താ ഗുണം? അപ്പോൾ തന്നെ സെല്ലിംഗ് വന്നു. ഇന്ന് ഡേയ്സ് ഹൈ, ലോ എന്നിവ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു 130 പോയിന്റിന്റെ മൂവ്മെന്റ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ കാണാം. പക്ഷേ ഇവിടെ നമ്മുടെ സപ്പോർട്ട്, പ്രധാന സപ്പോർട്ട് എന്ന് പറഞ്ഞ ലെവലിൽ ക്യാൻഡിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഒരു അയയിൽ ചെറുതും വലുതുമായ തുണി വിരിച്ചതുപോലെയാണ് കിടക്കുന്നത്. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എവിടെയും ഒരു ട്രേഡിംഗ് ചാൻസുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരുമാതിരി പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ, ആളനക്കവുമില്ല, ശബ്ദകോലാഹലങ്ങളുമില്ല. എന്നാൽ ഇതിനിടയിൽ പൂരപ്പറമ്പിൽ നിന്നും വളപ്പൊട്ട് തേടി നടന്ന പിള്ളേരെ പോലെ ചില മിടുക്കന്മാരും മിടുക്കികളും ചെറിയ ചെറിയ ലാഭങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അവയുടെ സ്ക്രീൻഷോട്ടുകളും കിട്ടിയിരുന്നു. തുടർന്ന് വ്യക്തമായ ഒരു ട്രെൻഡ് ഇല്ലാത്തതുകൊണ്ട് ആർക്കും അത്ര നല്ല പ്രോഫിറ്റുകളോ ട്രേഡിങ്ങോ ഒന്നും ലഭിച്ചിരുന്നില്ല. ഇത്തരത്തിൽപ്പെട്ട കൺസോളിഡേഷൻ ദിനം എന്നത് ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് ഭീകരമാണ്. എങ്ങനെ ഒക്കെ ട്രേഡ് ചെയ്താലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ്, ടൈം ഡീകെ, പ്രീമിയം മെൽറ്റിംഗ് മൂലം സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തേതിനെ കുറിച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാമായിരുന്നു എന്ന് പറയുന്നത് തികച്ചും അർത്ഥശൂന്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇന്നേ ദിവസം നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിശദീകരണം ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇന്ന് ലഭിച്ച ട്രേഡിംഗ് ലെവലുകളെ ഉപയോഗിച്ച് തിങ്കളാഴ്ചത്തേക്ക് നമുക്ക് എങ്ങനെയാണ് ഒരു ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കാൻ കഴിയുക എന്ന് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ ട്രേഡിംഗ് പ്ലാനിൽ നിന്നും കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. പ്രധാന സപ്പോർട്ടായി കണക്കാക്കുന്ന ലെവൽ 24,655 എന്ന പോയിന്റിലേക്ക് മാറ്റി എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയുള്ള ലെവലുകളെല്ലാം കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ലെവലുകൾ തന്നെയാണ്, മുകളിലും താഴെയും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ലെവലും രേഖപ്പെടുത്തേണ്ടതില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണ്. പതിവ് പോലെ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷനാണ് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്നതെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുക. ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ, സ്റ്റോപ്പ് ലോസ്. അഥവാ ഡൗൺവേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ ആ ലെവലിലേക്ക് ട്രേഡ് ചെയ്യുക. ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ, സ്റ്റോപ്പ് ലോസ്. ഇത്രയും മാത്രമേ ചെയ്യാനുള്ളൂ. കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്ന അതേ ലെവലുകൾ തന്നെ ബ്രേക്ക് ചെയ്ത് താഴെ ക്ലോസ് ചെയ്താൽ മാത്രം ടാർഗറ്റുകൾ, അതായത് ഡയറക്ഷൻ കിട്ടാൻ 24,494 എന്ന ലെവലിലോട്ട് താഴോട്ടാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് ഡയറക്ഷൻ ആണെങ്കിൽ ഈ ലെവലിന് താഴെ കിട്ടണം. ബൈയിങ് ഡയറക്ഷൻ ആണെങ്കിൽ ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിലെങ്കിലും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിലുകൾ കിട്ടണം. ഇത്ര മാത്രമാണ് ആകെയുള്ള വ്യത്യാസം. അതുകൊണ്ട് കൂടുതൽ സമയം കളയാതെ അടുത്ത ഇൻഡെക്സിലേക്ക് അതിൻ്റെ ലെവലുകൾ എന്താണെന്ന് പരിശോധിക്കാം. ഇന്ന് എല്ലാ ഇൻഡെക്സുകളിലും സമാനമായ മൂവ്മെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യമായ വലിയ ട്രേഡിംഗ് അവസരങ്ങളൊന്നും ഒരു ഇൻഡെക്സിലും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ 53,413 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് ലെവലുകൾ പതിവ് പോലെ തന്നെ. എന്നാൽ ഈ ലെവല് 53,159 ഇന്നത്തെ ഡേയ്സ് ലോയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിച്ചതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ക്യാൻഡിൽ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ, സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പോലും തുടർന്ന് ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുന്നില്ല, ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഈ ലെവലിന് താഴോട്ട് വീണ്ടും ഒരു മൂവ്, ഒരു ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ പ്രൈസ് വീക്കായേക്കാം. തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണിത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതാണോ ഒന്ന് അത് കൃത്യമായ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുക. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലാണ്. അതിന് മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രം വീണ്ടും കിട്ടുന്ന ഡിക്ലൈൻ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺസിലേക്ക് ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്പോഴും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെയാണ് നൽകുന്നതെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യുക എന്നതേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയിലെ ലെവലുകൾ. 81,615 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിലും ചെറിയ മാറ്റം വരുത്തി ഇന്നലത്തേതിനേക്കാളും എന്നുള്ളതേ ഉള്ളൂ. ബാക്കി എല്ലാ പ്രൊസീജിയറും അങ്ങനെ തന്നെ. എന്നാൽ ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ, എന്നാൽ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഈ ലെവലിന് താഴെ
ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. അതിന് താഴോട്ട് വീണ്ടും ക്ലോസ് ചെയ്താൽ വീണ്ടും പ്രൈസ് വീക്ക് ആയേക്കാം, ഈ ലെവലുകൾ ലഭിച്ചേക്കാം. എന്നാൽ ഇവിടുന്ന് അപ്വേർഡ് ഡയറക്ഷനാണ് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ കാണിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസായി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഈ ലെവലിന് മുകളിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്പോഴും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നുവെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ഹൈ അല്ലെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം അതാണ് ടാർഗറ്റ്. അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് ഡയറക്ഷനോട്ട് സഞ്ചരിച്ചേക്കാം. അപ്പോൾ ഇത്രയുമാണ് സെൻസെക്സിലും നമ്മളുടെ പ്ലാനുള്ളൂ. 3 ഇൻഡെക്സുകളിലും ഇത് ഇത്തരത്തിൽ തന്നെയാണ്. കാര്യമായ ലെവൽ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു ഇൻഡെക്സിലും അത്ര വലിയ മൂവ്മെന്റുകൾ ഇന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ ട്രേഡിംഗ് ലെവലുകളും മാറിയിട്ടില്ല. ചെറിയ വ്യത്യാസം മാത്രം വരുത്തിയിട്ടുണ്ട്, അത്രയുമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ തയ്യാറാക്കുന്ന, എൻ്റെ ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ഒരു ട്രേഡിംഗ് പ്ലാൻ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു. ഗുണകരമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ ഗുണകരമാണ് എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമായേക്കാം. അതുകൊണ്ട് അത്തരത്തിൽ പ്രവർത്തിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും തിങ്കളാഴ്ച വൈകുന്നേരം കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം നിർത്തുന്നു. താങ്ക്